ജഡം തൃണം മാത്രം, അതിന്റെ സൗന്ദര്യം വയലിലെ പുഷ്പം പോലെ ക്ഷണികവും. കർത്താവിന്റെ ശ്വാസമേൽക്കുമ്പോൾ പുല്ല് കരിയുകയും പുഷ്പം വാടിപ്പോവുകയും ചെയ്യും. മനുഷ്യൻ പുല്ലു മാത്രം, പുല്ല് കരിയുന്നു, പുഷ്പം വാടുന്നു. നമ്മുടെ ദൈവത്തിന്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കും. എന്നേക്കുമായിട്ട് ബന്ധം അകലുകയാണ്. എല്ലാം കേൾക്കുക, എല്ലാം തുറന്നു പറയുക. ഞാൻ മുട്ടുകുത്താൻ വന്നപ്പോഴേക്കും വാതിലടച്ച് കളഞ്ഞല്ലോ എന്ന്. എനിക്ക് ഒരു കുഴപ്പമുണ്ട്. ചില കഥകളൊക്കെ വായിച്ചു കഴിഞ്ഞാല് പിന്നെ അത് വല്ലാതെ എന്നെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അതിൽ ചില സംഭവങ്ങളൊക്കെ മനസ്സിലേക്ക് അങ്ങ് അള്ളിപ്പിടിച്ച് എന്നെ വല്ലാതെ അസ്വസ്ഥനാക്കും. ഇന്നലെ രാത്രി രാജലക്ഷ്മിയുടെ ഈ പുസ്തകത്തിനകത്തുള്ള മാപ്പ് എന്നൊരു കഥ വായിച്ചിട്ടാണ് ഉറങ്ങാൻ കിടന്നത്. അതിലെ കഥാപാത്രമായ പോൾ ആന്റണിക്ക് എന്ത് സംഭവിച്ചിരിക്കുമെന്ന ചിന്ത എന്നെ വല്ലാതെ അങ്ങ് ബുദ്ധിമുട്ടിച്ചു. സംഗതി കഥയാണെങ്കിലും ഒരു കുറ്റവും ചെയ്യാത്ത പോൾ ആന്റണി എന്ന വിദ്യാർത്ഥിയെ കോളേജ് മുഴുവൻ ആക്ഷേപിച്ചപ്പോ അവൻ നാട് വിട്ടുപോയതാണോ അതോ എന്നേക്കുമായി ഈ ഭൂമി തന്നെ വിട്ടുപോയതാണോ എന്നൊക്കെയുള്ള നൂറായിരം ചോദ്യങ്ങൾ ഉള്ളിൽ ഇങ്ങനെ കടന്നു വരാൻ തുടങ്ങി. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ പോട്ടെ, ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ ഒപ്പമുള്ളവരെല്ലാം ഒറ്റ ദിവസം കൊണ്ട് തെറ്റിദ്ധരിക്കുമ്പോ എത്രമാത്രം വിൽ പവർ ഉള്ളവരാണെങ്കിൽ പോലും തകർന്നു പോകും. അങ്ങനെ എത്ര ആളുകള് മറ്റുള്ളവരുടെ ആക്ഷേപങ്ങൾ സഹിക്കാൻ കഴിയാതെ തകർന്നടിഞ്ഞിട്ടുണ്ടാവും അല്ലെ? കഥ എങ്ങനെയാ? ടീച്ചർ ക്ലാസ്സിലൊരു ചോദ്യം ചോദിച്ചു. ഉത്തരം പറഞ്ഞത് പുറകിലത്തെ ബെഞ്ചിലിരുന്ന പോൾ ആന്റണിയാണ്. അവൾ പറയാൻ ഉദ്ദേശിച്ച ഉത്തരത്തിന്റെ ബാക്കി ഭാഗം കേൾക്കുന്നതിന് മുമ്പ് ടീച്ചർക്ക് എന്തോ വല്ലാതെ ഫീൽ ചെയ്തു. അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയില് ടീച്ചർ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. സ്റ്റാഫ് റൂമിലിരുന്ന് ഡെസ്കിൽ തലങ്ങനെ കുനിച്ചു വെച്ചിട്ട് കരയാൻ തുടങ്ങി. മറ്റ് അധ്യാപകർ കാര്യം എന്തെന്നറിയാതെ ടീച്ചർ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. അടുത്ത ദിവസം ടീച്ചർ കോളേജിൽ എത്തുമ്പോഴേക്കും പോൾ ആന്റണിയെ പറ്റി മറ്റുള്ളവർ പലതും പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നു. അവൻ യൂണിയൻ പ്രസിഡന്റാണ്. എതിർ പാർട്ടിക്ക് അവനെതിരെ ആക്ഷേപങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ നല്ലൊരു ആയുധം കിട്ടുകയും ചെയ്തു. പ്രിൻസിപ്പല് അവനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. അച്ഛനെ കൊണ്ടുവന്നാലേ ക്ലാസ്സിൽ കയറ്റൂ എന്ന് പറഞ്ഞു. അവന്റെ അച്ഛനാണെങ്കിൽ ഒരു കടുംപിടുത്തക്കാരനാണ്. അയാൾ വന്നില്ല. സാധാരണ കുട്ടികൾ ചെയ്യും പോലെ ഇത്തിരി പൈസ കൊടുത്ത് ഒരു അച്ഛനെ വാടകയ്ക്ക് എടുക്കുന്ന ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ, ആ രീതിയിലേക്ക് മാറാൻ അവന്റെ സത്യസന്ധത അനുവദിച്ചതുമില്ല. രമ ടീച്ചർ പ്രിൻസിപ്പലിനെ കണ്ട് കാര്യങ്ങൾ പറയാൻ ചെന്നപ്പോഴത്തേക്കും കാര്യങ്ങളെല്ലാം പിടിവിട്ടു പോയിരുന്നു. കോളേജിലെ 2000 കുട്ടികളുടെ മുന്നിൽ നിന്ന് അവൻ മാപ്പ് പറഞ്ഞാലേ ക്ലാസ്സിൽ കയറ്റൂ എന്ന് പ്രിൻസിപ്പൾ നിർബന്ധപ്പെടുത്തു. അടുത്ത ദിവസം രാവിലെ അസംബ്ലിയിലെ കുട്ടികളെല്ലാം നിരന്നു നിന്നു. പക്ഷെ പോൾ ആന്റണി വന്നില്ല. പോൾ ആന്റണി പിന്നെ ഒരിക്കലും വന്നില്ല. രമ ടീച്ചർക്ക് അവൻ കൊടുത്തയച്ചൊരു ബുക്കിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു: ഞാൻ മുട്ടുകുത്താൻ വന്നപ്പോഴേക്കും വാതിലടച്ച് കളഞ്ഞല്ലോ എന്ന്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. ചില തെറ്റിദ്ധാരണകളുടെ പേരിൽ അവര് നമ്മൾ അകറ്റി നിർത്തുമ്പോൾ അവർക്ക് നമ്മളോട് തുറന്നു പറയണമെന്നുണ്ടാവും പല കാര്യങ്ങളും. പക്ഷെ സത്യം എന്തെന്നറിയാൻ പോലും മനസ്സ് കാണിക്കാതെ അവരുടെ മുമ്പിൽ നമ്മൾ വാതിലടച്ച് കളയുമ്പോൾ എന്നേക്കുമായിട്ട് ബന്ധം അകലുകയാണ്. അതിന്റെ പേരിൽ അവർക്കുണ്ടാവുന്ന വേദനകളെ കുറിച്ച് ആരോടും പറയരുതെന്ന് തോന്നാറില്ലേ? പറഞ്ഞിട്ടെന്തു പ്രയോജനം എന്ന നിരാശയാണ് അതിന് പിന്നിൽ. പക്ഷേ സിന്ധു സൂര്യ ഇങ്ങനെ എഴുതുന്നുണ്ട്:
ഇനി ഞാൻ വേദനകളെക്കുറിച്ച് മിണ്ടുകയേ ഇല്ലെന്നാൽ നിന്റെ വെളിച്ചത്തിലേക്ക് ഇറങ്ങാതിരിക്കുക എന്ന് തന്നെ. ഉള്ളിൽ നമ്മൾ ഇത്ര നൊന്തിരിക്കുന്നുണ്ടെന്ന് നമ്മൾ പറയാതെ അവർ എങ്ങനെ അറിയാനാണ്? അറിയാതെ എങ്ങനെയാണ് അവർക്ക് നമ്മുടെ ഇരുണ്ട നേരങ്ങളിൽ കൂടെ ഇരിക്കാനാവുക, വെട്ടം പകരാനാവുക? അതുകൊണ്ട് പറയണം, നീ എന്നെ വേദനിപ്പിച്ചു എന്നല്ല, എനിക്ക് വേദനിച്ചുവെന്ന്. സങ്കടം പറയൽ കുറ്റപ്പെടുത്തലാവരുതല്ലോ. സ്തുതിയായിരിക്കട്ടെ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് എല്ലാവരുടെയും സമാധാനത്തിനും സുരക്ഷയ്ക്കുമായി ഒരു കൂട്ടം ആളുകൾ എല്ലാ രാത്രിയിലും ഒരു പ്രത്യേക സമയത്ത് തങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ജോലികൾ നിർത്തിവെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അവർ എല്ലാ ദിവസവും ഇത് ചെയ്തു. പ്രാർത്ഥനയുടെ ശക്തി കാരണം ആ നഗരം മുഴുവൻ നിശ്ചലമായെന്നത് പോലെയായിരുന്നു. അതിൻ്റെ ഫലം അത്ഭുതകരമായിരുന്നു. തൊട്ടുപിന്നാലെ അവിടെ ബോംബാക്രമണം നിലച്ചു. ഇപ്പോൾ വീണ്ടും ചിലർ ഇതിനായി ഒന്നിക്കുകയാണ്. നമ്മുടെ രാജ്യങ്ങളുടെ സുരക്ഷിതയ്ക്കും നമ്മെ അലട്ടുന്ന പ്രശ്നങ്ങളുടെ അവസാനത്തിനുമായി ലോകമെമ്പാടുമുള്ള ഒരു കൂട്ടം ആളുകൾ ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ദൈവം നമ്മുടെ നേതാക്കളുടെ തീരുമാനങ്ങളെ നയിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം. നാം താഴെ പറയുന്ന സമയങ്ങളിൽ ഒന്നിക്കും. ഇന്ത്യ രാത്രി 9-ന്, ജർമ്മനി, ഓസ്ട്രിയ, സ്പെയിൻ, പോർച്ചുഗൽ, കാറ്ററിംഗ് ദ്വീപുകൾ, കോസ്റ്ററിക്ക, കൊളംബിയ, നിക്കാരാഗ, ഇക്വഡോർ, ഗാറ്റിമാല, മെക്സിക്കോ, പനാമ, ഹോണ്ടുറാസ്, എൽ സാൽവഡോർ, വെനിസ്വല, ബ്രസീൽ, പരാഗ്വേ, അർജൻറ്റീന, അങ്ങനെ ഒരുവിധം രാജ്യങ്ങളെല്ലാം ഇന്ന സമയം കൊടുത്ത് ഇന്ത്യയുടെ സമയം 9 മണിക്ക് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാനായി. ഈ ഉദ്യമത്തിൽ ദയവായി ഞങ്ങളെ പിന്തുണയ്ക്കുക. ലോകമഹാ സമാധാനത്തിനായും സംഘർഷങ്ങൾ അവസാനിക്കുന്നതിനായും ഭൂമിയിലെ എല്ലാ മനുഷ്യർക്കും ശാന്തിയും സുരക്ഷയും വീണ്ടെടുക്കുന്നതിനുമായി എല്ലാ ദിവസവും നിശ്ചിത സമയത്ത് ഒരു മിനിറ്റ് നേരം നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബങ്ങൾ അവരുടെ സുരക്ഷയും സംരക്ഷണവും മോചനവും ദൈവത്തിൽ തേടാനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയുടെ വലിയ ശക്തി നാം ശരിക്കും മനസ്സിലാക്കിയാൽ നാം അത്ഭുതപ്പെട്ടു പോകും. पोस्चर करेक्टर बेल्ट, ये आपकी रीढ़ की हड्डी को सीधा रखता है और कमर दर्द से राहत मिलती है। कंधों को पीछे खींचता है जिससे छाती खुलती है। I warned my brother to give his life to Jesus, but he refused and sent me into exile for preaching Jesus to him. That was me on the 2nd of April 2025, contributing my quota to the propagation of the gospel of Christ in Jordan. 3 years ago, I walked into the Tehran compound of Iran's supreme leader, my own blood brother. I looked him in the eyes and told him that Jesus Christ had sent me with a message. I told him to surrender his soul before it was too late. I told him his ending would not go well. He had me arrested. He had me tortured. He had me thrown into Evin prison to die. But I survived. And now I'm going to tell you everything. My name is Mohsen Khamenei. I am 79 years old. For the first time in my life, I'm about to tell you a story that could cost me everything I have left. For decades, I have been the invisible Khamenei, the one nobody writes about, the one no journalist chases, the one no intelligence agency monitors. I am the younger brother of Ayatollah Sayyed Ali Khamenei, the supreme leader of the Islamic Republic of Iran,
And I'm here to tell you about the day I looked into my brother's eyes and told him that Jesus Christ had sent me to warn him. But before I tell you about that day, you need to understand who I am. You cannot understand what happened unless you first understand the shadow I have lived under for nearly 8 decades. So let me start from the beginning. Let me tell you about the boy who grew up invisible. I was born in the spring of 1946 in Mashhad, and in a modest house on Bahar Street in the old district near the shrine of Imam Reza. Our father, Sayyid Javad Khamenei, was a low-ranking cleric who taught basic Islamic studies at a small seminary near the Goharshad Mosque. He was not wealthy. He was not powerful. He was a simple man who believed deeply in God and spent his days reading dusty religious books by candlelight. Our mother, Khadija Medamadi, was a quiet woman from a family of small merchants in the Sarshore district. She married my father when she was 17 years old. She gave him 8 children, and she spent her entire life serving her husband, raising her children, and praying that Allah would show mercy to our family. Ali was born in 1939. I came 7 years later. By the time I entered the world, Ali was already the star of the family. He was sharp, he was loud, he was fearless in a way that made grown men pay attention. I remember my father telling me once when I was about 10 years old that Ali had been different from birth. He said Ali came out of the womb with his eyes wide open, staring at the world like he already owned it. My father said this with pride in his voice. When he talked about me, his ചില മനുഷ്യരിൽ നിന്ന് ഇറങ്ങിപ്പോകാനും കഴിയില്ല, അവർക്കൊപ്പം ചേർന്നു പോകാനും കഴിയില്ല. പക്ഷേ ചില കടപ്പാടുകളുടെയും ചില ബന്ധങ്ങളുടെയും പേരിൽ പല മനുഷ്യർക്കും അവരിൽ കുടുങ്ങിക്കിടക്കേണ്ടി വരും. ആ ഒരവസ്ഥ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും ശപിക്കപ്പെട്ട അവസ്ഥയാണ്. ഒരു തരത്തിലും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ലെന്നറിഞ്ഞിട്ടും ഇട്ടെറിഞ്ഞു പോകാൻ കഴിയാതെ വരുന്ന അവസ്ഥ. ആ മനുഷ്യരുടെയൊക്കെയുള്ളിൽ നിശബ്ദമായൊരു യുദ്ധം നടക്കുന്നുണ്ടാവും. സ്വന്തം മനസ്സ് രണ്ടായി പിരിഞ്ഞ് മനസ്സിൻ്റെ 2 ഭാഗങ്ങൾ തമ്മിൽ ഒരിക്കലും തീരാത്ത യുദ്ധം. ആ യുദ്ധത്തിൽ ഓരോ നിമിഷവും അല്പാൽപമായി ആ മനുഷ്യൻ സ്വയം തകർന്നുകൊണ്ടിരിക്കും. ഒരിക്കലും ആഗ്രഹിക്കാത്ത, ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത ഒരു ജീവിതത്തെ ചുമന്നുകൊണ്ട് നടക്കേണ്ടി വരുന്ന നിസ്സഹായനായൊരു മനുഷ്യൻ അനുഭവിക്കുന്നതിനേക്കാൾ വലിയ എന്ത് ഗതികേടാണ് ഈ ഭൂമിയിലുള്ളത്? ഇട്ടെറിഞ്ഞു പോയിക്കൂടെ എന്ന് പുറമേയുള്ളവർ ചോദിച്ചേക്കാം. അത്ര പെട്ടെന്നൊന്നും വലിച്ചെറിയാൻ പറ്റാത്ത ഭാരമാണതെന്ന് ചുമക്കുന്നവർക്കല്ലേ അറിയൂ. പറഞ്ഞാൽ ആരും മനസ്സിലാക്കുകയുമില്ല. പറയാതിരിക്കും തോറും മനസ്സ് തകരുകയും ചെയ്യും. വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങി ഒലിച്ചിറങ്ങുന്ന കണ്ണുനീർ ആരും കാണാതെ തുടച്ച് ജീവിച്ചിരിക്കുന്നെന്ന് സ്വയം ബോധിപ്പിക്കാൻ വേണ്ടി ജീവിക്കുന്ന കുറേ മനുഷ്യർ. സ്നേഹം കിട്ടാത്ത, ശാന്തി അനുഭവിക്കാത്ത, സമാധാനം എന്തെന്നറിയാത്ത അങ്ങനെ കുറേ മനുഷ്യർ നമുക്ക് ചുറ്റിലുമുണ്ട്. വേദനകളോട് പൊരുത്തപ്പെട്ട് പുറമേ ചിരിക്കാൻ പഠിച്ചതുകൊണ്ട് അകമേ തകരുന്ന അവരെ നമുക്ക് തിരിച്ചറിയാനും കഴിയില്ല. കടപ്പാട്. ദിവ്യകാരുണ്യമേ ദൈവമേ, ദിവ്യകാരുണ്യമേ സ്നേഹമേ, ദിവ്യ
ദിവ്യകാരുണ്യമേ ദൈവമേ, ദിവ്യകാരുണ്യമേ സ്നേഹമേ, ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാനിന്ന് ആരാധിക്കുന്നു. ആനന്ദത്തോടുൾക്കൊണ്ടിടുന്നു. ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാനിന്ന് ആരാധിക്കുന്നു. ആനന്ദത്തോടുൾക്കൊണ്ടിടുന്നേ. സ്നേഹമെന്ന വാക്കിനർത്ഥം ഭൂമിയിൽ ജീവിതം കൊണ്ടങ്ങ് പൂർത്തിയാക്കുമ്പോൾ സ്നേഹം സഹനമാണെന്ന് ഞാൻ അറിയുന്നു. സ്നേഹമെന്ന വാക്കിനർത്ഥം ഭൂമിയിൽ ജീവിതം കൊണ്ടങ്ങ് പൂർത്തിയാക്കുമ്പോൾ സ്നേഹം സഹനമാണെന്ന് ഞാൻ അറിയുന്നു. സ്നേഹം മരണമാണെന്ന് ഞാൻ കാണുന്നു. സ്നേഹം ബലിയായി തീരുന്നു, ചങ്കും ചോരയുമേകുന്നു. സ്നേഹം കുരിശിൽ പൂർണ്ണമാകുന്നു. സ്നേഹം കുർബാനയായി മാറുന്നു. ദിവ്യകാരുണ്യമേ ദൈവമേ, ദിവ്യകാരുണ്യമേ സ്നേഹമേ. തിരുവത്താഴത്തിൻ്റെ പുണ്യസ്മരണ ഇതിൽ തീയായി നാവിൽ പടരാനായി ദൈവമിതാ തിരുവോസ്തിയായി രൂപം പ്രാപിച്ചണയുന്നു. തിരുവത്താഴത്തിൻ്റെ പുണ്യസ്മരണ ഇതിൽ തീയായി നാവിൽ പടരാനായി ദൈവമിതാ തിരുവോസ്തിയായി രൂപം പ്രാപിച്ചണയുന്നു. തിരുരക്തത്തിൻ ശോണിമയാർ നിന്നണയുന്നു. ഉള്ളിൽ തീയായി ഉയരുന്ന ദിവ്യകാരുണ്യച്ചൂടിൽ പാപത്തിൻ ശാപങ്ങൾ എരിയണം. സ്നേഹത്തിൻ തീനാളം പടരേണം. ദിവ്യകാരുണ്യമേ ദൈവമേ, ദിവ്യകാരുണ്യമേ സ്നേഹമേ. ദിവ്യകാരുണ്യമായി
എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാൻ ഇന്ന് ആരാധിക്കുന്നേ. ആനന്ദത്തോടുൾക്കൊണ്ടിടുന്നു ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാൻ ആരാധിക്കുന്നേ. ആനന്ദത്തോടുൾക്കൊണ്ടിടുന്നേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പ്രാർത്ഥനയോടെ ഗുഡ് മോർണിംഗ്.